എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഓച്ചിറ കെട്ടുകാള മഹോത്സവം കാണുക എന്നുള്ളത്. അത് മഹോത്സവം കാണാൻ കഴിഞ്ഞില്ല. മഹോത്സവം കഴിഞ്ഞതിൻ്റെ ഒരു പിറ്റേ ദിവസമായിട്ട് ചെന്ന് കണ്ട് ആ ഒരു കാളകളുടെ ഒരു ദൃശ്യങ്ങളൊക്കെ പകർത്താൻ സാധിച്ചു. അതിൻ്റെ വിശദമായ കാഴ്ചകളാണ് കാണിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഓച്ചിറയിലാണ്. ഓച്ചിറ അമ്പലത്തിലെ കാളകെട്ട് മഹോത്സവം ഉണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. കെട്ടിയ കാളകളൊക്കെ അഴിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. അതിൻ്റെ മനോഹരമായൊരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഞാനിവിടേക്ക് എത്തിയത് തന്നെ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് എത്തിയത്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇതെങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടാവുമോ എന്നുള്ളതൊക്കെ. പക്ഷേ കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ നമ്മുടെ പൂരത്തിന് വന്നിട്ട് ആനകളെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന പോലെ എല്ലാ കാളകളേനെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നുണ്ട്. കാളകളല്ല, നന്ദികേശന്മാർ എന്നാണ് പറയുന്നത്. 2 നന്ദികേശന്മാരേനാണ് ഒരു ടീം കൊണ്ടുവരുന്നത്. ഒന്ന് ചുവന്ന കളറിലും ഒന്ന് വെള്ള കളറിലും. പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും പുതുപ്പള്ളി കേശവനും ഒക്കെ നിൽക്കുന്നത് പോലെ ഇവിടെ ഇങ്ങനെ ഈ കെട്ടുകാളകൾ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. എൻ്റെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഈ കെട്ടുകാളകളെ കാണണം, അത് വീഡിയോ എടുക്കണം, യൂട്യൂബിലിടണം എന്നൊക്കെ ആഗ്രഹമാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ ഇതേപോലെ ഇങ്ങോട്ട് വരാൻ വേണ്ടി തയ്യാറായിട്ട് വന്നു. ട്രെയിനിലൊക്കെ കയറി തൃശ്ശൂരിൽ നിന്ന് യാത്ര തുടങ്ങി ഇരിങ്ങാലക്കുടയിൽ വെച്ച് യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു. എനിക്ക് തീരെ വയ്യ. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു പോരുകയാണ് ചെയ്ത്. പക്ഷേ അപ്പോഴാണ് ഞാൻ ദുഃഖകരമായ വേറൊരു വാർത്ത അറിഞ്ഞത്. കാലഭൈരവൻ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു കാളുണ്ട്. ആ കാള ചെറുതായിരുന്നു ചെരിഞ്ഞ് വീണു എന്നുള്ളത്. അത് എനിക്ക് വളരെ വിഷമമുണ്ടായിട്ടുള്ള കാര്യമാണ്. കാരണം അതിന് മുമ്പ് തന്നെ ഇൻസ്റ്റയിലായിട്ടും കുറച്ച് സ്റ്റോറി വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാലഭൈരവൻ ഏറ്റവും ഉയരം കൂടിയ കാളയാണ് എന്നുള്ളത്. അപ്പോൾ കാണണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ഞാൻ കാലഭൈരവനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഈ നിൽക്കുന്നതിൻ്റെ ഇടയിലൊന്നും കാലഭൈരവൻ ഇല്ല. കാലഭൈരവൻ തൊട്ടപ്പുറത്താണ് നിൽക്കുന്നത്. അവിടെ കതിരവൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു കാളയും നിൽക്കുന്നുണ്ട്. അപ്പോൾ 2, 3, 4 കാളകൾ അവിടെ വളരെ വലിയ കാളകളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ 4 കാളകളെ അവരവിടെ മാറ്റി നിർത്തിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു കാളകെട്ട്, ആ കാളകളെ ഇവിടെ അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങ് ശരിക്കും കാണാൻ പറ്റില്ല. അത് ശരിക്കും ഒരു നഷ്ടം തന്നെയാണ്. കാരണം ആ ഒരു ആർപ്പുവിളികളും എല്ലാ ആൾക്കാരുടെ ആ ഒരു എന്താ പറയുക, അതൊന്നും കാണാൻ സാധിച്ചില്ല. അതിവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ നാട്ടിൽ ഇതേപോലെ കുറേ മഹോത്സവങ്ങളൊക്കെ ഉണ്ട്. കാളേനെ കെട്ടുന്നതുണ്ട്, കുതിരേനെ കെട്ടുന്നുണ്ട്. ഇതിൽ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കുന്നംകുളത്തിനടുത്തുള്ള തിരുത്തിക്കാട് മങ്ങാട് അമ്പലത്തിലെ കുതിരവേല നടക്കുന്നുണ്ട്. കുംഭഭരണിക്കാണ് കുതിരവേല നടക്കുന്നത്. ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഇനി കുറച്ച് കാളകൾ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാം. കാലഭൈരവൻ എവിടെയെന്നുള്ളത് അന്വേഷിച്ച് പോകാം. വീണ്ടും കാളകൾ. കൃഷ്ണപുരം, പെരുന്നാട് കൊമ്പൻ. ഇത് മഴയത്തൊന്നും പോവാതിരിക്കാൻ വേണ്ടി ബ്രഹ്മാദിത്യ തേജോമുഖൻ, വജ്രഹസ്തൻ, കുറേ ഉണ്ട്. ഇതൊന്ന് വലിച്ചുകൊണ്ട് വരുന്ന കാണാൻ പറ്റിയില്ല. കാണുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇവിടെയും കുറച്ചുണ്ട്. അത് കഴിക്കുന്ന പരിപാടിയാണോ? ഇതൊക്കെ ഇവിടെ അഴിച്ചു തുടങ്ങി കുറേ കാളകളൊക്കെ. ഞാനിപ്പോൾ ഏകദേശം നടന്ന് അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്താറായിട്ടുണ്ട്. അമ്പലം എന്ന് പറയാനില്ല, നമ്മുടെ അമ്പലം ഇല്ലാതെ ആൽത്തറയിൽ മാത്രം അവിടെ ഇരിക്കുന്ന ഒരു ദേവനാണല്ലോ ഓച്ചിറ പരബ്രഹ്മമൂർത്തി. അവിടെ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ കുറച്ച് കാളകളൊക്കെ ഉണ്ട്. കാളകൾക്ക് ആനയുടെ നെറ്റിപ്പട്ടം കിട്ടിയ പോലെ ഒരു നെറ്റിപ്പട്ടമൊക്കെ കിട്ടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ വഴിപാടുകളൊക്കെ കുറേ ആൾക്കാർ കൊടുക്കുന്നുണ്ട്.
ഓച്ചിറയിലെ പരബ്രഹ്മമൂർത്തി ക്ഷേത്രം. അമ്പലമില്ലാതെ ആൽത്തറയിൽ മാത്രം കഴിയുന്ന ആ ഒരു ഭാഗമാണ്. അതിൽ നല്ല വലിയ ആലാണ് കേട്ടോ. ആലിന് ഇവിടെ തൂണുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ 2 കാളകളങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. അമ്പലത്തിന് നേരെ മുന്നിൽ തന്നെ കുറച്ച് പേരൊക്കെ ഒന്നൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോയി നോക്കാം. അവിടെ കുറച്ചും കൂടിയും കാളകളുണ്ട്. ഇവിടെ വേറൊരു കാള ഓച്ചിറക്ക്. നടക്കുന്ന വഴിപാടാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന വാദമലകൾ, പെരുപ്പ്, ഇങ്ങനെയുള്ള ഇവിടെയുള്ളൊക്കെ ചെറിയ കാളകളാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിലാണ് വലിയ കാളകളൊക്കെ ഉള്ളത്. ഇവിടെ വൈക്കോലൊക്കെ ഉണ്ടല്ലോ. ഈ വൈക്കോല് വെച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ നിറയ്ക്കുന്നത്. ഇതാണ് അതിൻ്റെ സ്കെൽട്ടൻ. ഇത് പൊളിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത കൊല്ലം ആണ് ഇത് റെഡിയാക്കുന്നത്. ഇതതിൻ്റെ തല. ഇവിടെ ചെറിയ കാള. കാളയല്ല, നന്ദികേശൻ കേട്ടോ. ഇന്നലെ കാറ്റിനെ അങ്ങോട്ട് വീണതാണെന്ന് തോന്നുന്നു. എന്താ മൂടിയിട്ടാണ് ടാർപ്പായൊക്കെ വെച്ചിട്ട്. ഭൈരവൻ ചെറിയ കാള. ഇതാ ഇവിടെ ടാർപ്പായ വെച്ച് മൂടിയിടുന്നു. ഈ കാളയ്ക്ക് പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ പൈസ ഒക്കെ കവറിലാക്കി വെച്ചിരിക്കുകയാണ്. പിള്ളേരൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഇതില്ല. അപ്പം ഇവിടെ ഈ ഒരു അമ്പലത്തിൻ്റെ മുഴുവൻ സൈഡിലും ഈ കാളകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അരയാൽ, പൂയം, പൂരാടം, വഞ്ചി. ഇതെന്താ വഞ്ചിമരമാണ്. ഇതാ വഞ്ചി എന്ന പേരുള്ള മരം ഉണ്ട് അത്ര. ഓണത്തിന് ഇരിക്ക്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു സിസ്റ്റം അല്ലേ. ചെറിയ ചക്രങ്ങൾ, ഒരു ഉന്തുവണ്ടി പോലെ. അതിന് മിത കാള. വേറെയും കുറേ കാളകളുണ്ട്, മൂടി വെച്ചിട്ടുണ്ട്. ഭജന നടക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഒരു ടീമൊന്നുമില്ല, കുറേ ടീം ഇങ്ങനെ ഭജന നടക്കുന്നുണ്ട്. ഇതെന്താ ഉന്തി മാറ്റിയാണോ? ഞാനിങ്ങനെ കുറേ കറങ്ങി വന്നു. ഏത് സ്ഥലത്തേക്ക് എത്തി എന്നറിയില്ല. ഇവിടെ അമ്പലക്കുളത്തിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇവിടെ അമ്പലത്തിൻ്റെ കുളമാണെന്ന് തോന്നുന്നു. അതിൽ മുഴുവൻ പിങ്ക് കളറിലുള്ള താമരകൾ വിടർന്നിട്ടില്ല, മുട്ടിട്ടേ ഉള്ളൂ.
ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കുമ്പോൾ മുഴുവൻ കാളകളാണ്. കാളകളുടെ ഒക്കെ പിൻവശം ഇങ്ങനെയാണ് കേട്ടോ. ഇതിൽ കാലഭൈരം എന്ന് പറഞ്ഞിട്ടുള്ള കാള എവിടെയാണെന്നറിയില്ല. അവിടെ രണ്ടെണ്ണം വലുത്, 2-3 വലുത്, അവിടേക്ക് പോവാം. ഉയരം കൂടിയ കാളകളിന് അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ ഉയരം കുറഞ്ഞ കാളകൾ, അതാണ് ഏറ്റവും ഉയരം കൂടിയ കാളകൾ, 4 എണ്ണം. ഇതിൻ്റെ അടുത്തേക്ക് ചെന്നാലാണ് ഇതിൻ്റെ ഉയരം നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കുതിരകളാണിത്, കുതിരയിലെ കാളകൾ. വജ്ര തേജോമുഖൻ. പാലഭൈരൻ്റെ പ്ലാറ്റ്ഫോം തന്നെ കണ്ടില്ലേ, 4 ചക്രങ്ങളുള്ള. ഒരു സൈഡിൽ തന്നെ മുൻവശത്ത് 4 കാലുകൾ. അല്ല, ഇവിടെ വലിയ ക്രെയിനുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തല ഫിറ്റിയുള്ള ക്രെയിനുകളാണെന്ന് തോന്നുന്നു. അറ്റകുറ്റപ്പണികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ക്രെയിനുകൾ. അതിൽ ഈ കാളകളെയൊക്കെ ഇങ്ങനെ ഉന്തിക്കൊണ്ടുവരുന്നൊരു കാഴ്ച എടുക്കാൻ പറ്റിയില്ല, വരാൻ പറ്റിയില്ല. അത് വല്ലാത്തൊരു എന്താ പറയുക, നഷ്ടം തന്നെയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ ചുറ്റിക്കറങ്ങി തിരിഞ്ഞ്
കാളകളേനൊക്കെ കണ്ട് അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ഇനി തിരിച്ചു പോരുകയാണ്. ഇനിയിപ്പോൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിലാണ് രാത്രി 12 മണിയാകുമ്പോഴേക്കും നമുക്ക് വീട്ടിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അടുത്ത കൊല്ലം വരാം. അടുത്ത കൊല്ലം കാളകെട്ട് ഉത്സവത്തിൻ്റെ അന്ന് തന്നെ വരണം എന്നൊരാഗ്രഹമുണ്ട്. ഭഗവാൻ സാധിച്ചത് വരാൻ സാധിക്കട്ടെ. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.